എന്താണ് അവിടെ മിന്നായം പോലെ സംഭവിച്ചത്? രേണു തകർക്കുകയാണ്. രേണുവിലേക്ക് നമുക്ക് വരാം. തൽക്കാലം നമുക്ക് രേണുവിനെ കുറിച്ച് പറയാം. രേണു തകർക്കുകയാണെന്ന്. റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ പോയിട്ട് രേണു സ്റ്റോറികൾ പെട്ടപ്പെട്ടാന്നിടുന്നു, പോസ്റ്റുകൾ ടപ്പട്ടാന്നിടുന്നു, പട്ടപ്പട്ടാന്ന് സാധനങ്ങൾ പെടച്ചോണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രേണുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. രേണുവിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പേ ഇതിന്റെ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഫ്ലാഷ് ബാക്കിലേക്ക് പോയി നമ്മൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, എന്റെ ആത്മാർത്ഥ മിത്രമായിട്ടുള്ള ദേവ് ഡി കോട്സ് കൊണ്ട് രേണുവിനെതിരെ കേസ് ഫയൽ ചെയ്തു. രേണുവിനെതിരെ സൈബർ സെല്ലിലും കേസ് ഫയൽ ചെയ്തു, എക്സൈസിലും കേസ് ഫയൽ ചെയ്തു. എക്സൈസിൽ ഫയൽ ചെയ്ത കേസിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിലൂടെ മദ്യം പ്രചരിപ്പിച്ചു. അൽഫുഡി സൂരജിന് ഫൈൻ കിട്ടി, ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ രേണുവിന് കിട്ടണം. മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതായത് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ, സിനിമകളിലൊക്കെ പ്രചരിപ്പിക്കുമ്പോഴത്തേനും സ്റ്റാറ്റ്യൂട്ടറി നോട്ടീസ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ആ സാധനം എഴുതി വെക്കണം. ആൽക്കഹോൾ കൺസപ്ഷൻ ഇസ് ഇഞ്ചുറി, അല്ല സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, അങ്ങനെ ആ സാമാനം എഴുതി വെക്കണം. നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന്. രണ്ട്, പുള്ളിക്കാരുടെ ഡബിൾ മീനിങ് തമാശകൾ കാരണം കൊച്ചുകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കൊച്ചുകുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേനും കോലും മുട്ടായി ടായ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവിന് കോൾ വന്നിട്ടുണ്ട്. രേണുവിനെ ഓൾറെഡി ഇവർ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അപ്ഡേറ്റ്. ഡീറ്റെയിൽസ് ഒക്കെ രേണു തിരിച്ച് വരുമ്പോഴത്തേനും ദേവ് പിന്നെ വേറെ റേഞ്ചാ, അതേപോലത്തെ ഒരു സംഭവം സംഭവിക്കും. നമുക്ക് രേണു അവിടെ പോയതിനു ശേഷം റാസൽ ഖൈമയിലെ ചെമ്പഴുക്ക ബാറിന്റെ ഉദ്ഘാടനത്തിൽ വെച്ചിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് നമുക്കൊന്ന് കണ്ടാലോ? ഒരുപാട് പേര് പറഞ്ഞു, എടാ നീ എന്തിനാടാ ദേവ ഈ കേസ് കൊടുക്കുന്നത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഗുണമില്ല, ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കുമോ എന്നൊക്കെ ഒരുപാട് വലിയ ആൾക്കാർ മുതൽ ചെറിയ ആൾക്കാർ വരെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് രേണുവിന്റെ ഡാൻസ് കണ്ടാവാൻ. രേണുവിന്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഏറ്റവും താഴെ വളരെ ചെറുതായിട്ട് ഇതാ വന്നിരിക്കുന്ന സാധനം കണ്ടോ? മദ്യപാനം പുകവലിയുടെ സാധനം, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നോട്ടീസ് വന്നത് കണ്ടോ? ഇത്രേ ദേവ് ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഈ ചാനലുകളിലൊക്കെ അങ്ങനെ സാമാന്യം എഴുതിയിടാൻ അറിയാം. നമ്മളൊരാൾ തെറ്റായ ഒരു സാധനം ചെയ്യുമ്പോഴത്തേനും കുച്ചർക്കട ഇതല്ല തെറ്റ്, ദോ അതാണ് ശരി, ഇത് തെറ്റാണ്, ദോ അതാണ് ശരി എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്ന ഒരു സാധനമാണ് ദേവി. ഇതിനെ ഒരുപാട് പേര് ഒളിഞ്ഞും പതുങ്ങിയിരുന്ന് വിമർശിക്കുന്നത് കണ്ടു. ദേവിന് റീച്ച് ഉണ്ടാക്കി തരാൻ പലരും നോക്കുന്നത് കണ്ടു. നമുക്ക് ആ റീച്ച് ഉണ്ടാക്കിയ സാധനത്തിലേക്ക് പോവാട്ടോ. രേണു മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു ഇങ്ങനെ ആരണ്ടര കൈ പിടിച്ച് ഇങ്ങോട്ട് വെക്കുന്ന ഒരു വാച്ചുള്ള കൈ, ഇതുപോലത്തെ വാച്ചുള്ള കൈ, ഇങ്ങനെ വാച്ചാണോ എന്തോ ഒരു സാധനം പിടിച്ചിട്ടുള്ള കൈ വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത വിവാദം, റാസൽ ഖൈമയിൽ രേണുവിന്റെ പുതിയ കാമുകനുമൊത്ത് തുള്ളിക്കളിക്കുന്ന രേണു എന്ന് പറഞ്ഞുകൊണ്ട് സാധനം വരും. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആളുടെ മുഖം കാണിക്കാതെ കൈ മാത്രം വെച്ചിട്ട് തെറ്റിദ്ധരിക്കണം. നീക്കില്ല, പട്ടിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കും ഞാൻ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതായാലും രേണുവിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് വീഡിയോയുടെ അവസാനം പോകാം. നമുക്കിപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അൽത്തു വ്ളോഗിനെതിരെ. നമ്മുടെ അതുൽ വ്ളോഗ്സ് അല്ല, അത് മാന്യമായ ആള്, അൽത്തു വ്ളോഗ്സിന്റെ സാധനം നമുക്കൊന്ന് കേൾക്കാം. രേണു പറയുന്നത് ഒന്ന് കേൾക്കാം. നിനക്ക് തീർന്നില്ലേ? അതിന്റെ അടി നീ ഇടുന്ന വ്ളോഗിന്റെ അടിയിൽ വരുന്ന കമന്റ് നീ വായിച്ചിട്ടുണ്ടോ? നിനക്ക് നാണം കൊണ്ടോടെ എന്റെ പുറകെ നടക്കാൻ. എന്നെ പോലീസ് പിടിച്ച് പിന്നെ കുറെ വ്ളോഗേഴ്സിന്റെ തമ്പലും കണ്ട് എന്നെ ദുബായിൽ നിന്ന് കഴിച്ചു വിട്ടുന്നേ. ഞാൻ ഇപ്പോഴും ദുബായിൽ തന്നെയാണ്, മനസ്സിലായോ? ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? ദുബായിലല്ലേ? അവിടെ ഇരിക്കട്ടെ, അവിടെ തന്നെ വെച്ചേ. രേണു അവിടെ തന്നെ നിൽക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? രേണു അവിടെ നിന്നോ? ഏതെങ്കിലും ദുബായിൽ നിന്നും എന്നെ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ദേവ് പിന്നെയും കയറി വന്ന് രേണുവിനെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ രേണുവിനെ നിങ്ങൾ അവിടെ എടുത്തോ. രേണുവിനെ നിങ്ങൾ അവിടെ സ്പോൺസർ ചെയ്ത് നിർത്ത്. പ്രൊമോഷൻ പട്ട അടിക്കങ്ങോട്ട്. നമുക്ക് വേണ്ട, കേരളത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ? ഇല്ലല്ലേ? 2-ാം തീയതി നാട്ടിലോട്ട് വരത്തുള്ളൂ. നിനക്ക് എന്ത് 2-ാം തീയതി വരെ എനിക്കിവിടെ പ്രൊമോഷനാണ്, മനസ്സിലായോ? നിനക്ക് നാണമാകുന്നുണ്ടോ? നാണമില്ലേടാ അൽത്തു വ്ളോഗ്? നിനക്ക് ഇങ്ങനെ എന്നെ ഇട്ടി പറയാം. നിനക്ക് വേറൊരു കണ്ടന്റ് കിട്ടുന്നില്ലേ? നാണം കെട്ടവനെ, നാണമില്ലാത്ത വെറും നാണം കെട്ട നാർത്തരം മാത്രം പറയുന്ന നിനക്ക് നാണമില്ലേടാ, നാണം കെട്ടവനെ. അത് രേണു പറയുന്നതൊക്കെ മണ്ടത്തരമാണെങ്കിലും ചിലപ്പോഴൊക്കെ ശരികളൊക്കെ പറയാറുണ്ട് കേട്ടോ. ഈ അൽത്തു വ്ളോഗ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്
പുള്ളിക്കാരന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ചെറിയ യൂട്യൂബർ, ഒരു പയ്യൻ, ഒരു യുവാവ്, അപ്പം വിട്ടു ഒരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്തരാണ് പുള്ളിക്കാരൻ മറ്റാരെയും അക്സെപ്റ്റ് ചെയ്യില്ല. പുള്ളിക്കാരൻ ഭയങ്കര കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ അൽത്തു വ്ളോഗ്. നമുക്ക് അൽത്തു വ്ളോഗ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈഫ് ഓഫ് അനന്തു ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്കകത്ത് ലൈഫ് ഓഫ് അനന്ത് എന്നെ വീഡിയോ കോൾ ചെയ്തു, എന്നിട്ട് എന്നോട് സംസാരിച്ചു. 10 മിനിറ്റുള്ള വീഡിയോ അങ്ങനെ എടുത്ത് അനന്തുവിന്റെ വെച്ചിട്ട്, മൊത്തം അൽത്തുവിന്റെ വീഡിയോ 11 മിനിറ്റോ 12 മിനിറ്റ് അടുത്തേ ഉള്ളൂ. അതിൽ 10 മിനിറ്റ് അനന്തുവിന്റെ വീഡിയോ റെക്കോർഡ് അങ്ങനെ വെച്ചിട്ട് 1 മിനിറ്റ് തുടക്കത്തിൽ ലേശവും പറഞ്ഞിട്ട് പുള്ളിക്കാര് പരിപാടി നിർത്തി. ഇതിനകത്ത് അൽത്തുവിന്റെ ഒപ്പീനിയൻ അവിടെ? അൽത്തുവിന് ഇതിൽ ഒരു ഒപ്പീനിയനും ഇല്ല. അതെടുത്ത് ഇങ്ങോട്ട് വെച്ച് കാണിക്കാനാണ് നേരെ ലൈഫ് ഓഫ് അനന്തിന്റെ ചാനലിൽ പോയി കണ്ടാൽ പോരെ. താങ്കളുടെ ഇൻപുട്ട് എവിടെ അതിനകത്ത്? കാണിച്ചു തരാം. അതിന് മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു സാധനം ഞാൻ കേൾപ്പിച്ചു തരാം. അനന്തു രേണുവിന് സപ്പോർട്ടുമായി യൂട്യൂബർ അനന്തു രംഗത്ത്. അനന്തു ചില കാര്യങ്ങൾ രേണുവിന് സപ്പോർട്ടുമായി ഒരു വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യമാണ് പ്രേക്ഷകരെ ഞാൻ വെക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, വലിയൊരു ടിഫ്റ്റ് ഉണ്ട്. ടിഫ്റ്റോ? ടിഫ്റ്റ് എന്തോ സാധനം? എന്റെ അനിയ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുള്ളിക്കാരൻ കേരളത്തിലുള്ളതല്ല, ഈ പുള്ളിക്കാരൻ പുറത്തെവിടെയാ. ഓക്കെ, അതുകൊണ്ടാണ് ഈ രേണു എന്നുള്ളതിന് വരെ പുള്ളിക്കാരൻ രേണുവിനെതിരെ എന്നൊക്കെ പറയുന്നത്. അത് പോട്ട്, മലയാളം പഠിക്കാൻ പാടായൊരു ഭാഷയാണ്, ഞാൻ സമ്മതിക്കുന്നു, ഐ എഗ്രി ദാറ്റ്. പക്ഷെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ. ടിഫ്റ്റ് എന്ന സാധനം സോഷ്യൽ മീഡിയക്ക്, സോഷ്യൽ മീഡിയ എന്തിന്? ഇതിന്റെ പൊന്നല്ല ടിഫ്റ്റ് നമുക്ക് നോക്കാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ എന്തായാലും കാണണം. ഇല്ലെങ്കിൽ അതായത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും അനന്തു രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രംഗം ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാക്കി ഇവിടെ ഇനി എന്നെ അനന്തുവിന്റെ വീഡിയോ കാണാൻ വെച്ചേക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ അനന്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേനും ട്വിസ്റ്റ് അടിച്ചിട്ട് അനന്ത് പറയും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്. അതാണ് ട്വിസ്റ്റ്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയില്, അല്ല 11.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയില് 10 മിനിറ്റും അനന്തുവിന്റെ വീഡിയോ എടുത്ത് അങ്ങനെ വെച്ചു. ഇതാണ് ട്വിസ്റ്റ്. അത് ഇനി ഈ പുള്ളിക്കാരൻ വാതുറന്നാല് പറഞ്ഞാണ് ട്വിസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. നമുക്കേതായാലും ഇദ്ദേഹം പറഞ്ഞ ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇദ്ദേഹത്തിന്റെ ചാനലിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പൊക്കി അടിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഇൻസ്റ്റഗ്രാമിലും അതേ അവസ്ഥയാണ്. ഇത് ഇന്നലെ ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ 5,14,000 പേരാണ് എന്റെ വീഡിയോ, രേണുവിനെതിരെ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നത്. രേണുവിന് അത് നല്ലോണം കൊള്ളുന്നുണ്ട്. ഒരു കാര്യം പറയാം, രേണുവിന് കുറെ യൂട്യൂബേഴ്സ്, അതൊരു ഡാനി സത്യൻ തുടങ്ങിയ കുറെ, ഈ അതിലും ഡാനി സത്യനും അല്ല താങ്കൾക്ക് വേറെ ആരെയും അറിഞ്ഞൂടെ? ദേവിന്റെ വീഡിയോ ഇതിപ്പോ പയ്യനെന്ന് ദയവായിട്ടായിരുന്നു തിരിച്ചു പറയാതെ. എന്നെ പിന്നെ യൂട്യൂബർ എന്ന് പറഞ്ഞുള്ളൂ. 30,000 ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബർ. അൽത്ത് പിന്നെ ജനിച്ച് നേരെ ഒന്നാമത്തെ നേരെ 1 ലാഖിലേക്ക് കിടക്കുമായിരുന്നു. പറ. യൂട്യൂബേഴ്സ് രേണുവിനെതിരെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു യൂട്യൂബർ രേണുവിനെതിരെ കേസ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു യൂട്യൂബർ രേണുവിനെതിരെ കേസ് കൊടുത്തു. എന്നിട്ട് ആ ഏതോ ഒരു യൂട്യൂബറിന്റെ വീഡിയോ വെച്ചിട്ട് ഈ അൽത്ത് 3-4 വീഡിയോ ക്രിയേറ്റ് ചെയ്തു. ദേവ് ഡി കോഡ്സിനെ അൽത്തു വ്ളോഗ്സിന് അറിയത്തതേ ഇല്ല. ഏതാ മുമ്പൊരു വിഷയം ഉണ്ടായിപ്പോ ഈ അൽത്തു ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അനുമോളുടെ നിന്ന് പലരും പൈസ മേടിച്ചിട്ട് PR ചെയ്യുവാന്ന് പറയണം. അതിന് നീട്ടി നട്ടപ്പാതിരിക്ക് ഇരുന്ന് കടയിലൊക്കെ മറ്റേ ഈ ബില്ലുണ്ടാക്കുന്ന പോലെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി അതിനകത്ത് അതുൽ വ്ളോഗ്സ് 50,000 രൂപ വാങ്ങി അനുമോൾക്ക് വേണ്ടി സംസാരിച്ചു. റാജ് ടോക്സ് 1 ലക്ഷം രൂപ വാങ്ങി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു ഫാബ്രിക്കേറ്റഡ് എവിഡൻസും വെച്ചിട്ട് വീഡിയോ ചെയ്ത പുള്ളിക്കാരനാണ് ഇദ്ദേഹം. ചെയ്ത മറ്റൊരു സാധനം, ജാസ്മിൻ ജാഫറിന്റെ പഴയ കാമുകൻ, അതായത് പുള്ളിക്കാരി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അയാളുമായിട്ടുള്ള കോൺവെർസേഷന്റെ സമയത്തുള്ള സാധനങ്ങൾ എടുത്തിട്ട് അതിപ്പോ ഗബ്രിയായിട്ടാണല്ലോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ഇട്ട ഒരാള്. എത്തിക്സിന്റെ നിറകുടമാണ് ഈ അൽത്തു വ്ളോഗ്. എന്നിട്ട് ഈ അൽത്തു വ്ളോഗ് ഇദ്ദേഹത്തിന്റെ ചാനലിൽ എന്നെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനൊന്നും രേണു മറുപടി കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നത് അവൾക്ക് അത്രയും കൊള്ളുന്നുണ്ട്. അതുകൊണ്ടൊന്നും അല്ല, നമ്മൾ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നതിനകത്ത് വളരെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ രേണു പെടും. അതാണ് പ്രശ്നം. താങ്കൾ പറയുന്നത് കുറെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വായി തോന്നുന്ന കാര്യങ്ങളോ വെല്ലുവിളികളോ ആണ് നടത്തുന്നത്. അതുകൊണ്ടാണ് രേണു തനിക്കെതിരെ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് കണ്ടന്റ് പുറത്തു വിട്ടു, ഇതാണ് നിങ്ങൾ ചെയ്യുന്ന അപരാധം, ഇതിനവർ എന്ത് റിപ്ലൈ തരാൻ പറയും? ഇത് ചെയ്യരുതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ദേവ് കൊണ്ട് കേസ് കൊടുത്ത് എന്താണ്? നീ ഇതാണ്ട മദ്യത്തെ പ്രൊമോട്ട് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ അപരാധം കാണിക്കുന്നു, ഇതിനെതിരെ അവരെന്ത് പറയാൻ പറ്റും? അതേസമയം നിങ്ങൾ ചെയ്യുന്ന എന്താ? രേണു സുധിച്ചേട്ടന്റെ ഫോട്ടോ മാറ്റണം,
ഫോട്ടോ മാറ്റുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് ഞാൻ പോരാടും. ഇതിനൊക്കെ എല്ലാവരും തിരിച്ചു പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് തിരിച്ചു പറയാൻ മറുപടിയില്ല. താങ്കൾ പറയുന്നത് പൊട്ടത്തരം ആയതുകൊണ്ടാണ് അവർ മറുപടി പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം ദേവിന് ഒരുപാട് ഇത് കൊടുക്കുന്ന ഞാൻ കണ്ടു, ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുന്ന ഞാൻ കണ്ടു. നീ ചെറിയ യൂട്യൂബർ ആയതുകൊണ്ടാണ്, എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്താണ് ഉള്ള മിസ്ലീഡിങ് സാധനങ്ങളൊക്കെ വാരി അടിക്കുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? തമ്മിൽ മിസ്ലീഡിങ് അടിക്കുന്ന പോട്ട് എല്ലാരും വെക്കുന്ന, നിങ്ങളുടെ വീഡിയോ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് സാധനം. എന്നിട്ട് അതിൽ വിളിച്ച് ചീത്ത വിളിച്ചപ്പോഴത്തേനും പൊന്നളിയാന്ന് പറഞ്ഞ് കാലേ വീണ ടീമാണ്. ബാക്കി പറഞ്ഞേ കാര്യം പൊന്നു പ്രേക്ഷകരോട് ഞാൻ പറയാം. ഞാനൊരു കാര്യം രേണുവിനെതിരെ പറയുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ, അതിന് വിത്ത് എവിഡൻസ്, വിത്ത് തെളിവ് വെച്ചിട്ടാണ്. എന്ത് തെളിവാ വെച്ചത് രേണുവിനെതിരെ? മണ്ണന്റെ കാര്യം. ബാക്കി പറ കേട്ടെ. ഇട്ടിട്ട് ഡാൻസ് കളിക്കട്ടെ, ഞാൻ റിയാക്ട് ചെയ്തിനോ? ഒരു വീഡിയോ നിങ്ങൾ, അതായത് രേണുവിന്റെ ഡ്രസ്സിനെ വിമർശിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. അതായത് ഇപ്പൊ കുറെ യൂട്യൂബേഴ്സ് പേര് ഞാൻ പറയുന്നില്ല, രേണു മറ്റേ ഈ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതായത് പൈസ പേര് പറയത്തില്ല. പുള്ളിക്കാരന് 2 പേര് റിയാക്ഷൻ വീഡിയോ ഉള്ളതായിട്ട് അറിയാം, അല്ല 3 പേരെ. ഒന്ന് അതില് 2 ഡാനി, 3 മുതിർന്ന യൂട്യൂബർ, അത് മറ്റേ ലൈഫ് ഓഫ് അനത്. ഈ 3 പേരെ പുള്ളിക്കാരൻ അറിയത്തുള്ളൂ, വേറെ ആരുടെ പേരറിയത്തില്ല. ബാക്കിയൊക്കെ പയ്യൻ, യുവാവ്, ചെറുപ്പക്കാരൻ അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, വേറെ ആരുടെ പേരറിയത്തില്ല. അതുകൊണ്ടാട്ടോ പേര് പറയാത്തത്. കൊടുത്താൽ മാത്രം കാണിക്കുന്ന ഫോട്ടോസ് ഇടുന്നുണ്ടല്ലോ, അതിലേക്ക് ചെയ്യുന്ന എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അതായത് അത് അവരുടെ ഇഷ്ടമാണ്, നമ്മളൊന്നും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണ്, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് പറയുമ്പോ, പ്രിയ സുഹൃത്തെ, താങ്കൾ ഇതേ അപരാധം ചെയ്തു വെച്ചിട്ടുണ്ട്. കാണണോ? കാണിക്കാം, കണ്ടോ? ഇവർ അതായത് പൈസ കൊടുത്താൽ മാത്രം കാണിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിന് 2 ഉത്തരം ഞാൻ തരാം. അതായത് സുധിച്ചേട്ടനെ വിറ്റ് ഇവറ്റകൾ ഈ രേണു പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് പാവം ആ യൂട്യൂബർ ദേഷ്യം കൊണ്ടായിരിക്കും അത് പബ്ലിക്. ഞാനാണ് ആ യൂട്യൂബർ, എന്നെ ആ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ട് എന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു പരാതിയില്ല, വളരെ നല്ല കാര്യമാണ്. അൽത്തു കാണിക്കണം, ഇനിയും കാണിക്കണം. താങ്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം ഇല്ലെങ്കിൽ കാണിക്കണ്ട. ഓക്കെ, അപ്പൊ ആ യൂട്യൂബർ കാണിച്ചത് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയുന്നത്. അപ്പൊ രേണു സുധിച്ചേട്ടനെ വിറ്റ് ജീവിക്കുന്നതിന്റെ ദേഷ്യത്തിന്റെ പേരിൽ ആ യൂട്യൂബർ ചെയ്തതായിരിക്കാം എന്നാണ് പറയുന്നത്. ബാക്കിയൊക്കെ ചെയ്തത് പബ്ലിഷ് ചെയ്യണോന്ന് ചോദിച്ചാൽ വേണ്ട, അവരുടെ ബിസിനസ് ആണ്. ബിസിനസ്സിന് ഇപ്പൊ ആരും രേണു സുധിക്ക് പൈസ കൊടുത്തിട്ട് ആ ഫോട്ടോ കാണൂല. ഇവരുടെ അതായത് ആ യൂട്യൂബറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് കാണാം, ഈ ഫോട്ടോയാണ്. ഓക്കെ, വേറെ ഒന്നും. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചതാ. കണ്ടിട്ടുള്ളവര് അത് കണ്ടാൽ മതി, സ്കിപ്പ് പഠിച്ചോ. കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടോ? ഈ എണ്ണം പറയുന്നത് ഞാൻ ഈ സാധനം സബ്സ്ക്രൈബ് ചെയ്ത ഫോട്ടോസ് പുറത്ത് വിട്ടത് തെറ്റാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അവരുടെ ബിസിനസ് ആണ്. അത് ശരിയല്ല, അത് മോശമാണ്. ഈ ഫോട്ടോ ആവും പുറത്ത് വിട്ടത്, കണ്ട ഈ ഫോട്ടോ. അങ്ങനെ പറയുമ്പോ പ്രിയമിത്രമേ, ആ ഫോട്ടോ പുറത്ത് വിടാനുള്ള ബേസിക് മര്യാദ നിങ്ങൾ കാണിക്കണം. നിങ്ങളാണോ എത്തിക്സിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നേ? വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് എക്സൽ ഉണ്ടാക്കി വന്നിട്ട് അവൻ 50,000 രൂപ, നിങ്ങളാണോ എന്നെ എത്തിക്സ് പഠിപ്പിക്കുന്നേ? നല്ലതാ ശന, നല്ലതാ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ചെയ്യാനായിട്ട് ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. അത് കമന്റ് ബോക്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അവിടെ നിന്നേനെ. ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിപ്പോ ഈ പറഞ്ഞ സാധനം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോഴത്തേനും മിനിമം എന്റെ ആ സബ്സ്ക്രൈബ്ഡ് ഫോട്ടോ കാണിക്കാതിരിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണമായിരുന്നു പറഞ്ഞ് ഞാൻ ഒരു കമന്റ് ഇട്ടു. എന്നാൽ കമന്റ് അപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒറ്റ നെഗറ്റീവ് കമന്റ് ഇല്ല, അപ്പോഴേ പട്ട തൂക്കും. നെഗറ്റീവ് കമന്റ് അപ്പോഴേ തൂക്കും, നെഗറ്റീവ് കമന്റ് കിടക്കാൻ പാടില്ല. നിങ്ങൾക്ക് രേണുവിനെ വിമർശിക്കാൻ യാതൊരു അർഹതയില്ല സുഹൃത്തെ. ഒരു വിമർശനം ഏറ്റെടുക്കാൻ പറ്റാത്ത, അല്ലെ ഒരു വിമർശനത്തിന് മറുപടി പറയാൻ പറ്റാത്ത നിങ്ങളാണോ രേണുവിനെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നേ? കൊള്ളാണ്ണ. ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഡിലീറ്റ്. ഇത് രേണുവിന്റെ ചാനലില് ദേവ് ഇദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു കമന്റ് ഇട്ടു, അതും അപ്പോഴേ തൂക്കി. ആ കമന്റ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നേ. ഞാൻ അപ്പോഴേ ദേവിനോട് പറഞ്ഞു, പുള്ളി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി അത് തൂക്കും, പുള്ളി തൂക്കിയിരിക്കും, പുള്ളി തൂക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ദേവ് 2ാമത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നിങ്ങൾക്കൊരു നെഗറ്റീവിന് എന്താണ് ഇത്ര പേടി? നിങ്ങൾ ഈ രേണുവിനൊന്നും വിമർശിക്കാൻ നിൽക്കില്ല കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഇല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നെഗറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല. ഒരുത്തൻ നിങ്ങളെ വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്ത കാര്യം തന്നെയല്ലേ നമ്മൾ പറയുന്നത്? കൊള്ളാടെ അണ്ണ. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയേ? അതായത് ആ യൂട്യൂബറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തത് കാണാം, ഈ ഫോട്ടോയാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല. എനിക്ക് സൈലം അത്ര പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കൂടി ലാസ്റ്റ് പറഞ്ഞെന്താ? എനിക്കെന്ത് സൈലം പോയോ?
കുഴപ്പമില്ല, ബാക്കിയെല്ലാം മനസ്സിലാവുന്നുണ്ട്, അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഈ പുള്ളിക്കാരൻ രേണുവിനെതിരെ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്, നിങ്ങളുടെ വീഡിയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്യാതെ എന്തോരം നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ടെന്ന് നോക്കി അതിനെ തിരുത്താനുള്ള ബേസിക് മര്യാദ നിങ്ങൾ കാണിക്കണം. അപേക്ഷയാണേ, ചെറിയ യൂട്യൂബർ ആണേ, ചെറിയ യൂട്യൂബറിന്റെ ഒരു അപേക്ഷയാണ്, പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി. വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂട്യൂബർ അല്ല, നമ്മളൊന്നും പറയുന്നത് ചിലപ്പോൾ എടുത്തൊന്നും വരില്ല. ഓക്കെ, നമുക്കിനി ബാക്ക് ടു രേണുവിലേക്ക് പോവാം. രേണു പലപ്പോഴായിട്ട് ഈ അൽത്തുവിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെയാണ്, പുള്ളിക്കാരൻ പറയുന്ന സാധനങ്ങളൊക്കെ അപരാധമാണ്. കാരണം പുള്ളിക്കാരനെ മലത്തടിക്കാൻ പറ്റുന്ന സാധനമാണ് പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, പല യൂട്യൂബറും എന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം ഇതാ, നിങ്ങൾക്ക് അതിന് റിപ്ലൈ പറയാൻ അറിയത്തില്ല. നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ഒക്കെ അറിയത്തില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ പൂർണ്ണ ബോധ്യമുണ്ട്. അന്ന് പറയുമ്പോ നിങ്ങളുടെ മലയാളത്തിലെ തെറ്റ് പോട്ട്, ഞാൻ ക്ഷമിച്ചു, അത് പോട്ടെ, നമ്മൾ മലയാളികൾ നമ്മൾ ക്ഷമിച്ചു. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എവിടെ നിന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, നല്ല കാര്യമാണ്. നിങ്ങളെ മലയാളം ഇത്രയും പഠിച്ച് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഈ ടിഫ്റ്റ് എന്തോ സാധനം മനസ്സിലായില്ല കേട്ടോ. അത് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് കേട്ടു, കുഴപ്പമില്ല, അതും നല്ല കാര്യമാണ്. നമുക്ക് ബാക്ക് ടു രേണുവിലേക്ക് വരാം. രേണു പിന്നീട് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ തോളില് അരണ്ട കൈ പിടിച്ചു വെച്ചിട്ട് അടുത്ത വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, അങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാക്കുക. പവർ വരട്ടെ, ഈ സബ്സ്ക്രിപ്ഷൻ സാമാനങ്ങളൊക്കെ തൂക്കി അയ്യത്തുകളാ, എന്നിട്ട് ഇമ്മാതിരി സാധനങ്ങൾ ചാമ്പിക്കൊണ്ട് പോവാ. രേണുവിന്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം കേട്ടോ, ലാസ്റ്റ് വീഡിയോ. രേണുവിന്റെ വീഡിയോ ഉണ്ട്, ഇടുക്കിയിലെ കരണ്ട് വരെ അടിച്ചു പോയി. അപ്പോ ഇങ്ങനെയാണ് രേണുവിന്റെ പുതിയ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ കണ്ടു തീർത്തവർ അതും കൂടെ കാണുക. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നടന്മാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ, രേണുവിന്റെ വിഷയം താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ആയിട്ടാണ് വരെ, ബൈ ബൈ.